നമ്മളായിട്ട് ഒന്നും പറഞ്ഞു പഠിപ്പിക്കുകയോ കാണിച്ചു കൊടുക്കുകയോ ഒന്നും ചെയ്യില്ല. പഠിക്കാനുള്ളൊരു അവസരവും കൊടുക്കില്ല. അവസാനം കുട്ടികളെ മാത്രം കുറ്റം പറയുന്ന ഒരവസ്ഥ അതാണ് ഇപ്പൊ കണ്ടുവരുന്നത്. നമ്മൾ പഠിച്ചിരുന്ന സമയത്ത് സ്കൂളുകളിൽ സഞ്ജയിക എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. കുട്ടികളിൽ എന്താ പറയാ സമ്പാദ്യശീലം വളർത്താനുള്ള ഒരു പരിപാടി. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു കാശിക്കൊടുക്കൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ ചില്ലറ പൈസകളൊക്കെ കൂട്ടിവെക്കുന്ന ഒരു സ്വഭാവം. അത് നമുക്ക് തന്ന ഒരു പാഠമുണ്ട്. ഈ സഞ്ജയികയിൽ കാശ് ആഴ്ചയിൽ ഒരു ദിവസമാണ് അടയ്ക്കുക. അപ്പൊ ഒരു ദിവസം ചിലപ്പോൾ നമുക്ക് കാശ് വീട്ടിൽ നിന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല. കാശ് ചിലപ്പോൾ വീട്ടില് കാശ് അയച്ചിട്ട് എത്തിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അപ്പോ വേറെ എന്തെങ്കിലും ഒരു എമർജൻസി വന്നിട്ടുണ്ടാവും. അപ്പൊ കാശ് എന്ന് പറയുന്നത് ടക്കെന്ന് കിട്ടുന്ന ഒരു സാധനമല്ലാന്നും അതിന് കുറച്ച് കാത്തിരിക്കണമെന്നൊക്കെ നമ്മുടെ പേരൻസ് നമ്മളെ പറയാതെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ഒരു കാര്യത്തിനും കുട്ടീനെ കാത്തിരുത്തില്ല. മോനിക്ക് 50,000 വേണോ, വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അക്കൗണ്ടിലേക്ക് ഇട്ട് തരാം. നമ്മുടെ കുട്ടികൾ കാശ് കൈയോട് തൊടുന്നു പോലുമില്ല. അവർക്ക് 10 രൂപയും 20 രൂപയൊക്കെ എങ്ങനെയാണെന്ന് പോലും അറിയില്ല. കാരണം എന്താ, ജിപേ ആണ് അവരുടെ ഒരു മേഖല. ഞാൻ കുറ്റം പറയല്ല, പക്ഷെ നമ്മൾ അക്കൗണ്ടിൽ കാശ് ഇട്ട് കൊടുക്കുമ്പോൾ അതിനൊരു കണക്കുണ്ടാവണം. എങ്ങനെയാണ് ഈ സാധനം ചെലവായത്, എന്തിനാണ് ഇത് ചെലവാക്കിയതെന്ന് പാരന്റ് കൃത്യമായിട്ട് അന്വേഷിക്കണം. കുട്ടി അത് എഴുതി വെക്കുകയോ അല്ലെങ്കിൽ അവര് പറയോ ചെയ്യണം. അതുപോലെ ഇപ്പൊ ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ അവർക്ക് കാശ് അയച്ചു കൊടുക്കുമ്പോൾ അതിൽ നിന്നും ഒരു പർട്ടിക്കുലർ എമൗണ്ട് എമർജൻസി ഫണ്ടായിട്ട് ഒരു സേവിങ്സ് ആയിട്ട് മാറ്റി വെക്കാൻ ഈ കുട്ടികളെ നമ്മൾ പരിശീലിപ്പിക്കണം. അത് ഒരു ദിവസം ഡിഗ്രിക്ക് പോണേന്റെ തലേ ദിവസം ഇരുന്ന് പറഞ്ഞാൽ അവർ ചെയ്യണമെന്നില്ല. അപ്പൊ ചെറിയ കാലം തുടങ്ങിയേ നമ്മളൊരു ചെറിയ ബോക്സ് ഒക്കെ മേടിച്ചു കൊടുത്ത് അവർക്ക് ചെറിയ ചില്ലറ പൈസ ഒക്കെ കൊടുത്ത് അതിനകത്തോട്ട് ഇട്ട് വെക്കാനായിട്ട് ശീലിപ്പിക്കണം. അതിന് എന്താ ഒരു കുഴപ്പം എന്നറിയോ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളെ കണ്ടപ്പോൾ കുട്ടിക്ക് കാശ് കൊടുക്കുക മേടിച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് വെച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഈ 10-50 ഒക്കെ ഇങ്ങനെ ഇട്ടിട്ട് എപ്പോൾ ആവാൻ, കാശ് ഇപ്പം എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്യാലോ. ആ പഠനമാണ് തെറ്റ്. പല തുള്ളിയാണ് പെരുവെള്ളം. അവർ ചെറിയ എമൗണ്ട് കൂട്ടി കൂട്ടി വെച്ചിട്ട് അവരുടെ തന്നെ ആ ഒരു പ്രസൻസിൽ അത് പൊട്ടിക്കുമ്പോൾ ഞാൻ കൂട്ടി വെച്ച ഓരോ കാശും ചേർന്ന് ഇത്ര എമൗണ്ട് ആയോ, അതൊരു വലിയ പാഠം കൊടുക്കും കുട്ടികൾക്ക്. നിങ്ങളുടെ ഒരു പക്ഷേ പെട്ടെന്ന് തന്നെ എടുക്കാൻ കാശുണ്ടാകുമായിരിക്കും. പക്ഷെ നാളെ ഒരു സമയത്ത് അതില്ലാതായാൽ ഈ കുട്ടികളായിരിക്കും ഏറ്റവും കൂടുതൽ വിഷമിക്കുക. അപ്പൊ അതുകൊണ്ട് സമ്പാദ്യശീലത്തിന്റെ ആ ഒരു മഹത്വം കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് വീടുകളിൽ നിന്നേ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. Let light shine out of darkness.